സ്ഥിരമായി ഉപയോഗിച്ചാൽ ശരീരത്തിന്റെ മാസത്തിലൊരിക്കലെങ്കിലും സ്ഥിന ഉപയോഗിക്കാം. അത് 3 മാസത്തിലൊരിക്കലെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ ഒരു മേധസ് ശരീരത്തിൽ ബാക്കിയാവില്ല. സിന എന്ന് പറഞ്ഞ സുന്നമക്കി. മനസ്സിലായില്ല? സുന്നമക്കി മക്കിയിലേക്ക് അറബി മരുന്നാണത്. മക്കിയ, സിനൽ മക്കിയ. മനസ്സിലായില്ല? സിനൽ മക്കിയ അസിന് പേര് സിന എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ത് പറയും? അറബികൾ നമ്മളെ നാട്ടിൽ പ്രചരിപ്പിച്ച മരുന്നായതുകൊണ്ടാണ് നമ്മുടെ മരുന്നിന്റെ പേരിൽ അതിന് എന്ത് കൂടിയത്? സിനാൽ മക്കീന് പേര് കൂട്ടിയത്. മനസ്സിലായില്ല? അസ്ലതിന്റെ പേരെന്താണ്? സിന. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിന്നെ നമ്മൾ വാക്കിൽ വന്നപ്പോൾ അറബി പേരാണത് സിന. പിന്നെ അറബികൾ ഇവിടെ പ്രചരിപ്പിച്ചത് കൊണ്ട് അവർ വന്ന അസിൽ നാട് ഏതാണല്ലോ മക്ക ആയതുകൊണ്ട് സിനൽ മക്കി എന്ന് പറഞ്ഞാൽ അതാണ് സുന്നാമക്കി. അതാണ് സുന്നാമക്കി. സുന്നാമക്കി സ്ഥിരമായി ഒരാൾ ഉപയോഗിച്ചാൽ അത് മാസത്തിലൊരിക്കലെങ്കിലും ഉപയോഗിക്കാം. 3 മാസത്തിലൊരിക്കലെങ്കിലും ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാം. ഇനി തീരെ ഉപയോഗിക്കാത്ത ആളുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പൊ പറയുമ്പോഴത്തേന് പോയി സുന്നാമക്കി ഉപയോഗിക്കണ്ട. തീരെ ഇതുവരെ ആയിട്ട് സുന്നാമക്കി കുടിക്കാത്ത ആളുകളൊന്ന് വൈദ്യനോട് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ? അതൊക്കെ നേരത്തെ തന്നെ ശരീരം ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇന്നാലൊന്ന് ഉപയോഗിക്കാൻ ഇതിനെ കഴിയും. എല്ലാവർക്കും ഉപയോഗിക്കും. വളരെ ഗുണമുള്ള സാധനമാണ് ഈ സുന്നാമക്കി. 3 മാസത്തിലൊരിക്കലും ഉപയോഗിക്കാൻ കെടുപ്പാൻ പറ്റും. കൊടലെപ്പോഴും ശുദ്ധാവും, നല്ല ശുദ്ധാവും. നമ്മളെ കിണർ വരെ കൊല്ലത്തിൽ 1 നമ്മളൊന്ന് നന്നാക്കണില്ലേ? അതും കിണർ എന്നാ നന്നാവുക? തീരെ വെള്ളമില്ലാത്ത കാലത്ത്. സത്യത്തിലുള്ള വെള്ളം കോരിക്കളയിലല്ലേ ഈ വെള്ളം? എന്നാ ആ കോരിക്കളയിലോണ്ട് എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. ഈ വേനൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം ഇല്ലാത്ത കാലത്താണ് കിണർ തേവുക അല്ലെ? എന്നിട്ട് അത് മുഴുവനൊന്ന് എന്താണെങ്കിലും ഏത് കിണറൊന്ന് തേവുമല്ലോ, അത് തേവിയാണ് കളഞ്ഞാൽ പിന്നെ ആ ഒരൊറ്റ തേവൽ മതി. എന്ത് നല്ല ശുദ്ധമായ വെള്ളം ഇതുണ്ടാവും. അത് മതി. ശുദ്ധമായ വെള്ളം ഒരു കൊല്ലം ഉപയോഗിക്കാം. എന്നതുപോലെ തന്നെ ഇത് ഹൗളാണ്. ഹൗലുൽ ബദനി അൽ മഅദതു ആമാശയമാണ്. ഹൗലുൽ ബദൻ. ഇതാണ് ഹൗള്. ഇതാണ് ഹൗൾ. തന്നെ വെള്ളം ഇതിലേക്ക് വരും, ഇതിന് പോകും. അതാണല്ലോ ഹൗള്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ പഠിച്ചോനെ. ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. കാര്യമായി ഫോണില്ലെങ്കിലോ ഏതൊരു ഹൗളും ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകുമല്ലോ. എന്തൊരു മനുഷ്യന്മാരാണല്ലോ അല്ലേ? ആഴ്ചയിലൊരിക്കൽ പോലും നമ്മൾ ടൈൽസ് വെച്ച് ഒട്ടിച്ച ഹൗളാണെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും ഹൗള് കഴുകണല്ലോ. ഇതന്നെയാണ്. ഇത് ഹൗലുൽ ബദനാണ്. ശരീരത്തിന്റെ ഹൗളാണ്. എന്ത്? അൽ മഅദതു. എന്ത്? ആമാശയം. ഇത് മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് കഴുകുക. ഇതൊക്കെ ആരോടെ പറയുന്നറിയോ? ഈ തേനൊക്കെ കുടിച്ച് ശുദ്ധീകരിച്ചവർ പോലും ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ചെയ്യേണ്ടി വരും? നമ്മളെ ഈ ഒരു ഈർച്ചപ്പൊടി അല്ലാതെ എന്താ ഇതിലുണ്ടാവുക? അല്ല, നമ്മളെ ഈ നാട്ടിലുള്ള ഈ സ്വാമിലികളുടെ മുഴുവൻ ഈർച്ചപ്പൊടി കിടക്കല്ലേ ഇതിന്റെ ഉള്ളിൽ. എത്ര കാലത്തെ ഈർച്ചപ്പൊടിയും എത്ര കല്ലും മുള്ളും ഒക്കെ കിടക്കുന്നുണ്ടാവും ഇതിന്റെ ഉള്ളിൽ. ഈ ആണ്ടിപ്പട്ടിയിലെ ചത്ത കോഴിയും മറ്റും. ചൈന കോഴി എന്റെ കോഴിയെ പറ്റി ഇപ്പൊ ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ചത്തതിനെ പാക്ക് ചെയ്യാം. ചത്തതിനെ പാക്ക് ചെയ്യും. അതിന് മാത്രമല്ല, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം, യാതൊരു കാരണവശാലും കേരളത്തിൽ നിന്ന് നമ്മളെ മലബാറിൽ നിന്ന് പുറത്തങ്ങോട്ട് പോയാൽ യാതൊരു കാരണവശാലും ചിക്കൻ ഉപയോഗിക്കരുത്. ഹോട്ടലിൽ കയറുമ്പോൾ ചിക്കൻ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കണം. ചത്തത് ഇഷ്ടം പോലെ ഉണ്ടാവും. മലബാറിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മലബാറിൽ ഈ പടച്ചോനപ്പേടിയും ഈ വെള്ളമൊക്കെ കേട്ടതുകൊണ്ട് അതിനൊക്കെ ഒരു കുറച്ച് ശ്രദ്ധയുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കണം. ഒരു ഹോട്ടൽ തൊഴിലാളി ഹോട്ടൽ ജോലി ഉപയോഗിക്കാനുള്ള കാരണം, ഒഴിവാക്കാനുള്ള കാരണം, 100 കണക്കിന് ചത്ത കോഴിയ ദിവസം കയറ്റും എന്നത് എന്നോട് തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു ഹോട്ടൽ തൊഴിലാളി പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവർ പുറത്തേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ അപ്പൊ പിന്നെ അവിടെ എന്താ നല്ലതെന്നറിയോ? നോൺ വെജ്, മനസ്സിലായില്ലേ? വെജ് ഉപയോഗിക്കാം, നോൺ വെജ് ഉപയോഗിക്കാതിരിക്കാം. വെജിറ്റേറിയൻ ഉപയോഗിക്കാം. അത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ഉപയോഗിക്കാം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരം പറ്റാൻ നാശമായി പോകും. ആ സുന്നാമക്കി കാര്യമായി ഒന്ന് ശ്രദ്ധിക്കുക. ഡോക്ടർമാരോടൊപ്പം വൈദ്യന്മാരടുത്തേക്കൊന്ന് ചെല്ലുക. അവിടെ സുന്നാമക്കി തന്നെ നല്ലത്. ഒരു മക്കി എന്നൊരു പേരും കൂടി ഉണ്ട്. അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയുള്ളതാണ്. ഇന്നിപ്പോ അത് പറഞ്ഞാലും വേഗം എന്ത് ചെയ്യുന്നറിയോ? ഗുളിക കൊണ്ട് വയറിളക്കും ഇല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് അത് പറഞ്ഞാലും ഗുളിക കൊണ്ട് വയറിളക്കുക ചെയ്യാം. അത് അവിടെ നമ്മൾ ഒരു കെമിക്കൽ ഉപയോഗിക്കണം. അത് വേണ്ട. ആ സുന്നമക്കി തന്നെ ഉപയോഗിക്കാം. സുന്നമക്കി വളരെ ഗുണമുണ്ടാക്കും. ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാക്കുന്ന സാധനം. അത് രക്തത്തെ ശുദ്ധീകരിക്കും. പിന്നെയോ അത് യുസീലുൽ ഔസാഖ മിനൽ മഅദത്തി. അത് ആമാശയത്തിൽ എല്ലാ വൃത്തിയത്തെ കറുപ്പ് സാധനങ്ങളെയും പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചങ്ങോട്ടിടും. ഒരുപാട്
ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ശരീരത്തിനുണ്ട്. അതേപോലെ തന്നെ തണുപ്പുള്ള ശരീരത്തിന് ചൂട് കൊടുക്കും, ചൂടുള്ള ശരീരത്തിന് തണുപ്പ് കൊടുക്കും. സുന്നമക്കി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹരീദ് മുസ്തഫ റസൂൽ പറയുന്നുണ്ട് ഇത് വളരെ ഗുണമുള്ള കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വലിയ